ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാറോ. അപ്പോൾ എന്താണ് ഇന്നത്തെ നിങ്ങളോട് ടാരോയ്ക്ക് എന്താണ് പറയാനുള്ളത് നോക്കിയാലോ. ഓക്കെ, ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് ടാരോ പറയുന്നത്, എന്താണ് ടാരോ തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണേ. കാർഡുകൾ നോക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ, ടാരോയ്ക്ക് എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്ത് ഗൈഡൻസാണ് ടാരോ ഇപ്പോൾ തരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്ത് ഗൈഡൻസാണ് ടാരോ തരുന്നത് നോക്കാം. പോസിറ്റീവ്, കാർഡുകൾ എന്താണെന്ന് നോക്കാം. വേൾക്കാരാണ്, പിന്നീട് കാണിക്കാം. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. ഡിയേഴ്സ്, ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, വേൾഡ് കാർഡ്, നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൺസ്, ഒരു ഡബിൾ കാർഡുണ്ട്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കായി വന്നിരിക്കുന്നത്. ഓക്കെ, ഓവറോൾ എനർജി ക്യൂൻ ഓഫ് സോഡ്സിൻ്റേതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് വളരെയധികം മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ പല കാര്യത്തിലും തോന്നാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ തേടി അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളിലേക്ക് പണം കൊണ്ടുതരുന്നതായിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഒരു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്നുള്ള ഒരു സ്ട്രഗിൾ അവസാനിച്ച് പുതിയൊന്ന് തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളെ സ്റ്റേബിൾ ആക്കുന്ന തരത്തിലുള്ള ആ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓഫർ നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതായിരിക്കാം. പുതിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി വളരെയധികം സ്റ്റെബിലിറ്റി കൊണ്ടുതരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ലക്കുള്ള ഒരു ദിവസമായിട്ടാണ് നിങ്ങൾക്ക് ഇന്ന് കാണപ്പെടുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും, അതായത് ആ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്, ഒരു അവസരം. അതുപോലെ തന്നെ കരിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ജോയിനിങ് ലെറ്ററോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റേതോ അങ്ങനെ എന്തോ കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വഴി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനുള്ള കൺഫർമേഷൻ ഇന്ന് ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള, അതായത് നിങ്ങൾക്ക് ധനപരമായിട്ട് അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം, അല്ലെങ്കിൽ പുതിയൊരു നിങ്ങൾക്ക് ഭാവിയിലെ സെറ്റിൽഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അതുമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. എന്തായാലും ഇന്ന് നല്ലൊരു തുടക്കമാണ്. ഓക്കെ, അടുത്തത് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് അതായത് നിങ്ങൾക്ക് പണം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, പക്ഷേ എങ്കിലും നിങ്ങൾ പണം ഉണ്ടായിട്ട് കൂടി നിങ്ങൾ അതിനെ ഇല്ല എന്ന രീതിയിൽ കാണുന്നതായിട്ട്, അതായത് ഉള്ള പണത്തിന് നിങ്ങൾ നന്ദി പറയുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു മീനിങ് ആണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ പണം വന്നിട്ടുണ്ട്, പക്ഷേ ആ ഉള്ള പണം, എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നിൽ നിന്ന് വിട്ടുപോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പൈസ ചോദിക്കുമോ, അങ്ങനെ എന്തോ ടെൻഷനിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മറ്റുള്ളവർ വന്നിട്ട് എൻ്റെ പണം ചോദിക്കുമോ എന്നുള്ള രീതിയിൽ ഒരു ടെൻഷനോടുകൂടി അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ ഇരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ,
അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് എന്താണ്, അതൊരു പിശുക്കായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു സ്കെയർസിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക്, അതായത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക, അർഹരായവർക്ക് അനർഹരായിരിക്കല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഏത് കാര്യം പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അതായത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിലും നിങ്ങളെന്താണ്, ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകേണ്ടി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇന്ന് പുറത്തു പോയാൽ പണം ചിലവാകും, അല്ലെങ്കിൽ അവിടെ പോയാൽ പണം ചിലവാകും, ഇവിടെ ഇത് വാങ്ങിയാൽ പൈസ പോകും എന്ന് വിചാരിച്ച് മുറുകെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അതായത് നമ്മളതിനെ ഫ്ലോ ചെയ്യാൻ വിടുക, എന്താണ്, പണത്തിൻ്റെ ക്രയവിക്രയം, അതെങ്കിൽ ആ ഒരു സർക്കുലേഷൻ നടക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് വളരെയധികം പ്ലാൻ ചെയ്ത് മാത്രമേ ചെയ്യാവൂ. പക്ഷേ എങ്കിലും അനാവശ്യമുള്ള കാര്യത്തിന് നിങ്ങളെന്താണ് പിടിച്ചു വെക്കരുത്. അതുപോലെ ഇല്ല ഇല്ല എന്ന് പറയരുത്. പണം ഇല്ല എന്ന് പറയുമ്പോൾ ആ എനർജി അവിടെ ലോ ആവുകയാണ് ചെയ്യുന്നത്. സ്വയം എനിക്ക് പണമുണ്ട്, എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം എനിക്ക് പണമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിന് പണം ചിലവഴിക്കുമ്പോൾ എങ്ങനെ പറയുക, ഈ ഒരു കാര്യത്തിന് നൽകാനായിട്ട് എൻ്റെ കയ്യിൽ പണം ഉള്ളതിന് നന്ദി എന്ന് പറയാം. അതായത് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ആവശ്യത്തിന്, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് കയ്യിൽ കൊടുക്കാൻ പണമില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷേ എങ്കിൽ നമ്മളെ കയ്യിൽ, അതായത് ഒരു പേയ്മെൻറ്റ് നടത്താൻ നമ്മുടെ കയ്യിൽ ആ സമയത്തൊരു പണമുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അല്ലേ, അതിന് നന്ദി പറയുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരെ എല്ലാ കാര്യത്തിലും ഒരു കൺട്രോളിങ് മെൻറ്റാലിറ്റി, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടീഷൻഡ് ആവാതിരിക്കുക, ആരെയും കൺട്രോൾ ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്ത് കാര്യമായാലും പുറത്തേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് ഒരു വൈഷമ്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വളരെയധികം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു എനർജി മനസ്സിലാക്കുക. നിങ്ങളെ ഒരു വ്യക്തി കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ വിഷമം തോന്നുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വിഷമം ഉണ്ടാകും. ഓക്കെ, അതിപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വ്യക്തി ഇല്ല, നിങ്ങളൊരാവശ്യത്തിന് ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവരില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ വിഷമം ഉണ്ടായത് അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് ഒരു ഫ്രീ ഫ്ലോയിങ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ കാര്യത്തിലും ഒരു ഫ്രീ ഫ്ലോയിങ് ആവുക, പക്ഷേ വ്യക്തതയോടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഒരു സർക്കുലേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് കാർഡാണ്. മറിച്ച് വെച്ചിട്ടില്ല, മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, വേൾഡ് കാർഡാണ്. ഓക്കെ, വേൾഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻ്റ് ആണ്, അതായത് ഒരു കംപ്ലീഷനാണ് വരുന്നത്. നിങ്ങളോട് പറയുന്നതിൻ്റെ ആവേശത്തിൽ ആ കാർഡ് മറച്ച് വെക്കാൻ ഞാൻ മറന്നുപോയി. മിക്കവാറും എനിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു എന്താണ്, നിങ്ങൾ വിജയം അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു പൂർണ്ണത വരുന്നു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് എൻ്റെ റിലേ കട്ടായിപ്പോയി. ഓക്കെ, പൂർണ്ണത വരുന്നു, അല്ലെങ്കിൽ വിജയം, ആഘോഷം, അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ എൻഡ് ആണ് വരുന്നത്. ഓക്കെ, ഒരു സൈക്കിളിൻ്റെ എൻഡ് ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് നല്ല ഒരു അച്ചീവ്മെൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാനും അതുപോലെ തന്നെ ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്താനും, അതായത് ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്താനും അതൊരു ഫുൾഫിൽഡ് ആവാനും ഉള്ള ഒരു ചാൻസാണ് ഓക്കെ ഇന്ന് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സെലിബ്രേഷൻ മൂഡിലൊക്കെ ഇരിക്കുന്നു. ചിലപ്പോൾ ഇന്ന് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടും അതുപോലെ എന്താണ് ഹൗസ് വാമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിനുള്ള ട്രാവലിങ്ങിലായിരിക്കും, നിങ്ങൾ ഒരു ട്രാവൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു എയർ ട്രാവലും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കരിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഇത്രയും കാലം കൊതിച്ചിരുന്ന ഒരു ജോലി, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ഒരു എന്താണ് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് സന്തോഷിക്കുക എന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ള നിങ്ങൾ മനസ്സിൽ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതായത്
നിങ്ങൾക്ക് വിജയം ആഘോഷിക്കാനും നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷപൂർവ്വം ആഘോഷിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. പിന്നെ ധനപരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെൻ്റാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പുതിയ വീട് അല്ലെങ്കിൽ കാറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാനുള്ള ഒരു ലക്ക് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് നാളായിട്ട് കാറ് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അതിലേക്കുള്ള ആ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓക്കെ, കടങ്ങൾ അടച്ചു തീർക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ വിവാഹം, അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസിയും ഇവിടെ കാണുന്നു കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. അതായത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അതായത് ഒരു കംപ്ലീഷനാണ് വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. കംപ്ലീഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഒരു കംപ്ലീഷനിലേക്ക് നിങ്ങൾക്ക് എത്തുന്ന ആ ഒരു സമയം എന്നാണ് പറയുന്നത്. സ്പിരിച്വലി ഒക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പുതിയൊരു രീതിയിലേക്ക് അവർ വരുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. ഓക്കെ, അതാണ് വേൾഡ് കാർഡ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് ആയാലും വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണും. അതുവരെ നിങ്ങൾക്ക് ഒന്നിനും വയ്യായികയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, വളരെയധികം സ്ട്രഗിൾഡ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. പിന്നെ എല്ലാ രംഗത്തും നിങ്ങൾക്ക് സാംസ്കാരികം ആയിട്ടുള്ള എല്ലാ രംഗത്തും നിങ്ങൾ വളരെയധികം എല്ലാ മേഖലയിലും നിങ്ങൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ലൈഫിൽ മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് നിങ്ങളെ വിട്ടുപോയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഓഫർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, തിരിച്ചു വരാൻ നിങ്ങൾക്ക് ഒരു ഓഫർ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നു, ഒരു ഓഫറാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മുൻപ് നിങ്ങളെ വിട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കരിയറിലൊക്കെ ആണെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കലാപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പുതിയൊരു ബുക്കിൻ്റെ ഇതൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കിവിടെ പറയാൻ തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. ഒരു ബുക്ക് നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് നിങ്ങളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു ബുക്കിൻ്റെ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക്, നിങ്ങൾക്ക് ആ ഒരു ഓഫർ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ടും അങ്ങനെ എന്തോ എനിക്ക് പറയാൻ തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പെട്ടെന്ന് എന്നിലേക്ക് വന്നതാണ്. ഒരു എഴുത്തുകാരുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു ബുക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ബുക്കിൻ്റെ എന്തോ ഒരു കാര്യമായിരിക്കാം. എന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. എഴുത്ത് സംബന്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നു. കമൻറ്റ് ചെയ്യുക, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, പിന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൂടുതൽ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പരിഗണന നൽകുന്നതായിട്ടും, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടും അതിന് നിങ്ങൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നതായിട്ട് ഇന്ന് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളായിട്ട് മാറ്റിവെച്ച നല്ല രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാനും, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യാനും ഇന്ന് സമയം കണ്ടെത്തുന്നതായിരിക്കാം. അത് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ,
ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ച് കുറച്ച് നാൾ മാറ്റി വെച്ചതായിരിക്കാം. അത് പെട്ടെന്ന് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾക്ക് ഇന്നതിന് സമയം കിട്ടുന്നു, അതിന് ചെയ്യുന്നു. ഇപ്പം എന്താണ് സെൽഫ് കെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. നിങ്ങളുടെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളിലേക്കൊരു പ്രപ്പോസലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇതാണ്. വേറെ ഒന്നും നൈറ്റ് ഓഫ് കപ്സിലില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് എനിക്ക് വരുന്ന റീഡിങ്. അടുത്തത് കിങ് ഓഫ് വാൺസ് ആണ്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ വളരെയധികം എന്താണ് ഇന്ന് ഒരു ലീഡർഷിപ്പോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നു, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇന്ന് വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ചില മേഖലകളിൽ വളരെയധികം, അതായത് മറ്റുള്ളവരെ നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും, ചിലർ നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയിൽ നിന്നും മറ്റൊരു മേഖല നോക്കി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കുമെന്ന്, വളരെയധികം സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു മേഖലയിൽ നിങ്ങൾ സക്സസ്ഫുള്ളാണ്, ഓക്കെ, എന്നിട്ട് മറ്റൊരു മേഖലയിലേക്കുള്ള ഒരു പ്ലാനിങ് നടത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതുമുണ്ട്. നിങ്ങളിലേക്ക് ഒരു മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ഡയറക്ഷൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ആ ഒരു ഡയറക്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകാമെന്ന് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടും പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു. പക്ഷേ അവിടെ നിങ്ങളുടെ വാക്കുകളായിരിക്കും ലീഡർഷിപ്പോടുകൂടി നിൽക്കുന്നുണ്ടാവുക. നിങ്ങളായിരിക്കും അതിൽ ഒരു വ്യക്തത വരുത്തുന്നതും നല്ലൊരു ഡയറക്ഷൻ എടുക്കുന്നതും. മുന്നോട്ടേക്ക് എങ്ങനെ പോകാമെന്നുള്ള പ്ലാനിൽ നിങ്ങളായിരിക്കും അതിൻ്റെ ലീഡർഷിപ്പായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരുവാനൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താണ് റൂൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർ റൂൾ ചെയ്ത് കാര്യങ്ങൾ ഇതാക്കാനും മറ്റുള്ളവരോട് കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ എന്താണ് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിലും ഒരു വ്യക്തത കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഗ്രീഡി ആയിരിക്കാനും അതായത് ഇന്ന് ഗ്രീഡിയോടുകൂടി, അതായത് എന്താണ് കുറച്ചൊരു ഗ്രീഡി ആയിട്ട് മറ്റുള്ളവരോട് പെരുമാറാനും നിങ്ങളിലുള്ളത് എന്തോ നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ ഒരു ഈഗോ വർക്ക് ചെയ്യാനും നിങ്ങൾക്കിന്ന് സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വളരെയധികം കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ കിങ് ഓഫ് വാൺസ് എന്നൊരു കിങ്ങിൻ്റെ എനർജിയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ എന്താണ് ദേഷ്യം വന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെയാണ് കർമ്മ വന്ന് ചേരുക. ഓക്കെ, അതുകൊണ്ട് കർമ്മയൊന്നും പോയിട്ട് പിടിക്കാതിരിക്കുക. അടുത്തത് ഒരു ഡബിൾ കാർഡാണ്. അപ്പോൾ ഇവിടെ ഡബിൾ എന്ന് പറയുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, പേടിയുണ്ടാവും. എല്ലാവർക്കും പേടിയാണ് ഡബിൾ കാർഡ് അല്ലേ? അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിൽ ഉണ്ടായിട്ടുള്ള മോശം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ എന്നുള്ള ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഓക്കെ, അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനാണ് ഡബിൾ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇന്ന് പല കാര്യങ്ങളിലും ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഇന്ന് നിങ്ങളിലേക്ക് വന്നേക്കാം. ചിലപ്പോൾ ഇപ്പം എന്തെങ്കിലും അഡിക്ഷനോ അല്ലെങ്കിൽ പല ടെംപ്റ്റേഷനും ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അതുപോലെ തന്നെ എന്താണ് ഓവറായിട്ട് മറ്റുള്ളവരുടെ മേലെ കൺട്രോൾ വെക്കുന്നത്, ഇതൊക്കെ ഒരു തരത്തിൽ ഒരു അഡിക്ഷനും അതുപോലെ തന്നെ ടോക്സിക്കുമാണ്. നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് അതിൻ്റെ
ഇത് നിങ്ങളിലേക്കും വരിക. ഒരു നെഗറ്റിവിറ്റിയാണ് വരുന്നത്. അതായത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പെടാനുള്ള സാധ്യത. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ചേരാനോ ഒന്നും പോകണ്ട. നിങ്ങൾ അതിൽ നിന്നും മാറി നടക്കുക. ഇങ്ങനൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഞാൻ പെടാനുണ്ട്, അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി നടക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറി നടക്കുക. പിന്നെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നടക്കുന്നതും ഒരു തരത്തിലൊരു അഡിക്ഷൻ തന്നെയാണ്. അതായത് നിങ്ങളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവരിലേക്ക് നോക്കി എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നത്, പല കാര്യത്തിലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ കഴിവുകൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോ ഡിപ്പെൻഡൻസി നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ആലോചിക്കുക. എല്ലാത്തിനും മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടി ചേർന്നിട്ട് നിങ്ങൾക്കത് അറിയാം, നിങ്ങൾക്ക് വേണ്ടാത്തതാണെന്ന് അറിയാം, എങ്കിലും മറ്റുള്ളവരുടെ കൂടെ ചേർന്നിട്ട് നിങ്ങളും ചിലപ്പോൾ അതിൽ പോയി പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിന്ന് മാറി നടക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെയും ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഡബിൾ കാർഡ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നെഗറ്റീവ് ഒഴിവാക്കാനാണ് ഡബിൾ കാർഡ് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഇന്ന് ഷാർപ്പായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അൺബൈസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെയും പക്ഷം പിടിക്കില്ല, സ്വന്തം നിലപാടനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പല കാര്യങ്ങളും പറയും. അതുപോലെ തന്നെ വളരെയധികം ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഒറ്റ ഇതിന് എല്ലാ കാര്യം, അതായത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, അതുപോലെ തന്നെ അതെന്തായിരിക്കും, നിങ്ങൾ ഷാർപ്പ് മൈൻഡഡ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു തീരുമാനങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ്, അതായത് വളരെയധികം ഷാർപ്പായിട്ടൊന്ന് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റൊക്കെ എടുക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ ഹെയർ ഓഫിൻ്റെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹെയർ ഓഫിൻ്റെ ഇപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് കല്യാണങ്ങൾക്കൊക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട്. കല്യാണം ആഗ്രഹിക്കുന്നവർക്ക് കല്യാണം വരുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്, പാർട്ട്ണറെ ലഭിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് പണം വരുന്നൊരു അവസരമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം നല്ല ഹാപ്പി ആയിരിക്കുക. എപ്പോഴും നല്ല വൈബ്രൻ്റ് ആയിട്ട് ഹാപ്പി ആയിരിക്കുന്ന വ്യക്തികൾക്കാണ് യൂണിവേഴ്സ് എല്ലാം ആ ഒരു കറക്റ്റ് ടൈമിലേക്ക് എത്തുന്നത്. എപ്പോഴും സാഡായിട്ടിരിക്കുന്നവർക്ക് നമ്മുടെ എനർജി നമ്മൾ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോഴാണ് പണം നമ്മളിലേക്ക് കറക്റ്റായിട്ട് വരുന്നത്. പണത്തിൻ്റെ ഫ്രീക്വൻസി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വൈബ്രൻ്റ് ആയിട്ട് ഹാപ്പി മോഡോടുകൂടി ഇരിക്കുക, മോഡി ആയിട്ട് ഇരിക്കാതിരിക്കുക, വളരെ ചിൽഡായിട്ടിരിക്കുക, സന്തോഷിക്കുക. എന്നതുപോലെ നിങ്ങൾക്ക് ഒരു പുറത്തൊക്കെ യാത്രയും ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് ഒരു ഓഫറൊക്കെ വരുന്നതായിട്ടും, അതുപോലെ തന്നെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി വരുന്നതായിട്ടും, മുമ്പ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ദേഷ്യം അതൊന്ന് നിയന്ത്രിക്കാനും, അതുപോലെ മറ്റുള്ളവരെ ലീഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറയുന്നുണ്ട്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക. പിന്നെ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പണത്തിൻ്റെ ഒരു കൺട്രോൾ കൂടി നിങ്ങൾ പല കാര്യങ്ങളിലും, ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ പണം സൂക്ഷിച്ച് വെച്ചിട്ട് വലിയ കാര്യങ്ങളിൽ പോയിട്ട് പണം ചിലവഴിക്കേണ്ടി വരേണ്ട അവസ്ഥയായിട്ടും വരുന്നുണ്ട്. ഒരു പിശുക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നോക്കുക. ഓക്കെ, എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യുക, ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. മണിയുടെ ഫ്ലോ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഏഞ്ചൽ ഗൈഡൻസ് ആണ്. നമുക്ക് നോക്കാം ഏഞ്ചൽസ് എന്താണ് എന്ന് നിങ്ങൾക്ക് തരുന്നത്. ഏഞ്ചൽസ് എന്താണ് നിങ്ങളിലേക്ക് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട്? ഹെൽപ്ഫുൾ പീപ്പിൾ. ഓക്കെ,
നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളിൽ നിന്ന് സഹായം തേടുന്നവരായിട്ടുമുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികളെ സഹായിക്കേണ്ടതായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള ഒരുപാട് വ്യക്തികളും നിങ്ങളുടെ ചുറ്റിലുണ്ട്. അത് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ സഹായിക്കേണ്ടവരെ സഹായിക്കുക, സഹായം സ്വീകരിക്കേണ്ടവരിൽ നിന്നും സഹായം സ്വീകരിക്കുകയും ചെയ്യുക. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, അതൊക്കെ എന്താണ്, പീസ്ഫുള്ളായിട്ടുള്ള നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ആ ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അതായത് ഇപ്പോൾ നിങ്ങൾക്കുള്ളതിനെക്കാട്ടിലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങളിലേക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഡബിളും ഇതും വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മനസ്സ് കൊടുക്കുന്നതായിട്ടും ഒക്കെ അതായിരിക്കാം മിക്കവാറും പറയുന്നുണ്ടാവുക. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെക്കാട്ടിലും നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അനാവശ്യമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ട എന്നുള്ളതായിരിക്കാം മേ ബി ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. അപ്പോൾ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വെറുതെ വേണ്ടാത്തതിലൊന്നും പോയി പെടണ്ട. ഇതൊക്കെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരു അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു എനർജിയും ആണ് പലർക്കും കാണുന്നത്. എല്ലാവരും ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല സന്തോഷം ലഭിക്കട്ടെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനാണ് ഗൈഡൻസ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എനിക്ക് ലഭിച്ച സബ്സ്ക്രൈബേഴ്സിനും നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമൻസിനും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ലൈക്സിന് ഞാൻ ലൈക്ക് ചെയ്യുന്നതിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലാണ് എനർജി ഇതിലേക്ക് വരുന്നതും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതും. ഓക്കെ, പിന്നെ പേഴ്സണലായിട്ട് ഒരുപാട് വ്യക്തികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, പേഴ്സണൽ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, റീഡിംഗ് നമ്പർ ഞാൻ പിൻ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ഗൈഡൻസ് എടുക്കുക. ഓക്കെ, പിന്നെ വേറെന്താണ്, അപ്പോൾ ഒരുപാട് വ്യക്തികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. മാക്സിമം ഞാൻ തിരിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിന് വളരെയധികം നന്ദി. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റോടുകൂടിയാണ് പേഴ്സണൽ റീഡിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.